ഗായികയായ ഒരു അമ്മയും ഗായികയായ ഒരു മകളെയും കിട്ടിയപ്പോൾ ഒരു അമ്മയും മകളും ചേർന്നിട്ടുള്ള ഒരു പാട്ട് കേൾക്കണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാമോ? ഒരു തുളസി ഭജൻ ഞങ്ങൾ പാടിയിട്ടുണ്ട്. രണ്ടുപേരും പാടാമോ? रघुवर तुम हो मेरी राज, 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 रघुवर तुम सदा सदा में शरण तिहारी, सदा सदा में शरण तिहारी, तुम ही गरीब निवाज, रघुवर तुम हो, रघुवर तुम हो, रघुवर तुम हो मेरी राज. ചാരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക ആരാണ്? എന്നെ സംബന്ധിച്ച് ജാനകി അമ്മ തന്നെയാണ് എൻ്റെയും ഫേവറേറ്റ്. അങ്ങനത്തെ പാട്ടുകൾ ഒരുപാട് ഞാൻ പാടിയിട്ടില്ലെങ്കിൽ പോലും എനിക്ക് നാഥ നീ വരും ഭയങ്കര ഇഷ്ടമാണ്. എം ജി രാജൻ സാറും ജാനകി അമ്മയും ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര. സാറിന് പിന്നെ അമ്മ പറഞ്ഞു എനിക്ക് സാറിനുമായിട്ടുള്ള ഒരു അപ്പൂപ്പനോ അല്ലെങ്കിൽ ഒരു എന്താ ബന്ധം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗുരുതുല്യനായിട്ടുള്ള ഒരു ബന്ധമാണ് രാജൻ ചേട്ടൻ. ഇപ്പോൾ അതിന് രണ്ടുപേരും പാടാം. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു, താവക വീതിയിൽ എന്മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു, താവക വീതിയിൽ എന്മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. ഇത്തരത്തിലുള്ള ഒരു ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജനറേഷന്റെ ഭാഗമായിരുന്ന വ്യക്തിയാണ് മാം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇഷ്ടപ്പെട്ട കുറേ സംഗീത സംവിധായകരും ഗായികമാരും ഗായകന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മാമിന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആരൊക്കെയാണ് ഇൻ ദ ഫോളോയിങ് ജനറേഷൻ? ആടി ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ അല്ല, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ കോണ്ടംപററി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേരുണ്ട്. പിന്നെ പറയുകയും വേണ്ട, ചിത്ര ഞങ്ങളൊക്കെ ഒരു കോളേജിൽ ഇതായിട്ട് പഠിച്ചതാണ്. ചിത്രയുണ്ട്, സുജാതയുണ്ട്, ലതികയുണ്ട്, ഇങ്ങനെ കുറേ പേര് തീർച്ചയായിട്ടും പറയാനുണ്ട്. എന്നാലും എൻ്റെ മനസ്സിൽ ചിത്രയുടെയും സുജാതയുടെയും സോങ്സ് ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ്. രണ്ടുപേരും രണ്ട് യുണീക്ക് സ്റ്റൈലിൻ്റെ ആൾക്കാരാണ്. ഒരുപാട് സോങ്സ് അവരൊരുപാട് പാടി എന്നുള്ളതല്ല അതിൻ്റെ ക്രൈറ്റീരിയ. എന്ത് പാടിയാലും അതിന് ഭയങ്കര ഒരു സ്റ്റാമ്പ് ഉണ്ട് നമ്മുടെ മനസ്സിൽ. അതുകൊണ്ട് അപ്പോൾ അത് ഏത് വേണമെങ്കിലും എന്ത് പാടിയാലും അത് മുത്ത് തന്നെയാണ്. അതെ, അപ്പോൾ അത് എന്ത് വേണമെങ്കിലും പാടട്ടെ ഇവർ. ഏതാണ് അപർണയുടെ പേഴ്സണൽ ഫേവറേറ്റ് ചിത്ര ചേച്ചി പാടിയിട്ടുള്ള പാട്ടുകളിൽ? ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഓരോ പാട്ടിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പാട്ടുകളുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ ഓർക്കുമ്പോൾ ചിത്ര ചേച്ചിക്ക് മുത്തശ്ശൻ്റെ വരികളാണ് നാഷണൽ അവാർഡ് കിട്ടിയ മഞ്ഞൾ പ്രസാദം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി, ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേലി വന്നു
ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സ്ക്രൂട്ടണിക്ക് വിധേയരാവുന്നു ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ട്. ഞാൻ കണ്ടിട്ടുമുണ്ട്, പല ചോദ്യങ്ങൾ കണ്ടിട്ടുമുണ്ട്. ഞാൻ ഇടയ്ക്ക് കയറി സംസാരിച്ചല്ലോ. പക്ഷെ പലരും എന്താ പറയാ, ഒരു പെൺകുട്ടി ആണെന്നുള്ള ഒരു ഫാക്ടറിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കാറുണ്ട്, ഇത് വേണോ, ഇങ്ങനെ പോകണോ? ഇപ്പോൾ ഞാൻ മൃദംഗം എടുത്ത സമയത്ത് പോലും എന്നോട് ചോദിച്ചിട്ടുള്ള പല ആൾക്കാരുണ്ട്, അമ്മ പാട്ടുകാരിയല്ലേ, പാട്ടെടുത്താൽ പോരെ, എന്തുകൊണ്ടാണ് മൃദംഗത്തിന് പോയത്? അതുപോലെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നു, കമ്പോസ് ചെയ്യുന്നു. എനിക്ക് നല്ലൊരു സറൗണ്ടിങ് സപ്പോർട്ട് സർക്കിൾ ഉള്ളത് കൊണ്ട് ആ എന്താ പറയുക, ആ ഒരു അമ്പ് എൻ്റെ നേർക്ക് ഡയറക്റ്റ്ലി വന്നിട്ടില്ല. പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവായതിൻ്റെ കാരണങ്ങൾ പിന്നീട് ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അങ്ങനെ ഒരു കൺസെപ്ഷൻ ഉണ്ട്. അത് തെറ്റോ കുറ്റമൊന്നുമല്ല, എനിക്കപ്പോൾ അത് ഭവിച്ചില്ല, എനിക്കത് നന്നായി. കാരണം വേറെ ഫീൽഡിൽ ഞാൻ എക്യുപ്ഡ് ആവാനുള്ള ഒരു അവസരം എനിക്കത് തന്നു. പക്ഷേ എന്നും വെച്ച് ഇനിയുള്ള ആൾക്കാർ അത് അങ്ങനെ ഫേസ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ലല്ലോ. അപ്പോൾ ആ ഒരു ലൈക്ക് എങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് അറിയില്ല, അതെങ്ങനെയാണ് എന്നുള്ള ഒരു ഓഫ് കോഴ്സ് ഒരു സോഷ്യൽ സ്ക്രൂട്ടിനിയും ഒരു പേഴ്സണൽ എന്തോ ഒരു കല്ലുകടി. ഇപ്പൊ 2018 നിന്നുകൊണ്ട് ചാരു ഇത് പറയുമ്പോൾ അതിനേക്കാൾ ഒത്തിരി മുമ്പത്തെ കാലത്ത് 70കളുടെ തുടക്കത്തിലും മാം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഏറെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഒരുപാട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അന്ന് കുറച്ചും കൂടെ നല്ല സമൂഹമായിരുന്നു. അത് സമൂഹത്തിന്റെ അല്ല, ഒന്നാമത് ഒരു പക്ഷെ എഴുത്ത് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു എന്താ പറയുക, ഒരു ജാഥയായിട്ടൊക്കെയാണ് പോണത് അന്ന് മദ്രാസിലേക്ക് പോണത്. അമ്മയും അങ്കിളും അച്ഛനും ബ്രദറും ഒക്കെ ആയിട്ടാണ് ആദ്യമൊക്കെ പോയിരുന്നത്. കുട്ടിയായിരുന്നെങ്കിൽ പോലും അങ്ങനെയാണ് എല്ലാവരും പോയിരുന്നത്. പിന്നെ ഒരു 5-6 പ്രാവശ്യത്തിൽ കൂടുതൽ പോകേണ്ടി വന്നിട്ടില്ല. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, നമ്മുടെ വഴി കറക്റ്റ് ആവുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക്, അല്ലേ? നമ്മുടെ കാലിലൊന്നും മുള്ളു കൊള്ളാതെ നല്ല സുഖമായിട്ട് നടന്നങ്ങോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും എന്ത് പറയുന്നു നോക്കിയാൽ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ. ഇപ്പൊ എന്റെ മോൾ എത്ര യാത്ര ചെയ്യുന്നത്, അവൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്, ഇതാക്കും. മ്യൂസിക് മേഖലയിൽ തന്നെയാണ് ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പൊ യാത്രകളൊക്കെ വേണ്ടി വരും. അത് പോയിട്ട് വരട്ടെ, അവളുടെ ഒരു പ്രൊഫഷന്റെ ഭാഗമല്ലേ അത്, പോവാതെ പറ്റില്ലല്ലോ. അതൊക്കെ ആ രീതിയിൽ തന്നെ ചിന്തിക്കണമെന്നാ പറയുന്നത്. കുറെയൊക്കെ ബ്രോഡ് മൈൻഡിന്റെ ആവണം നമ്മള്, കുട്ടികളുടെ ഒപ്പം നിൽക്കണം, അല്ലെങ്കിൽ നടക്കില്ല ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. എനിക്കങ്ങനെ ഒരുപാട് ഒന്നും വേണ്ടി വന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വിൻസെന്റ് മാസ്റ്റർ എന്നൊരു ഒരു മഹാമേരുവിന്റെ തണലിലാണ് ഞാൻ 2 എഴുതിയത്. 14 പാട്ടുകളോട് എഴുതിയത് വിൻസെന്റ് മാസ്റ്റർ, സംവിധായകൻ വിൻസെന്റ് മാസ്റ്റർ ആയിരുന്നു, ദേവരായ മാഷപ്പായിരുന്നു. ആ 2 പാട്ടുകൾ ചെയ്തപ്പോൾ മാസ്റ്റർ എനിക്ക് അച്ഛൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഞാൻ പോയി കണ്ടിരുന്നു. അപ്പം ഞാനും രാഘവ മാഷും കൂടെ ചെയ്ത ഒരു 5 പാട്ട് ഇറങ്ങാനുണ്ടായിരുന്നു. ഒരു പടം മാഷ് ചെയ്തിട്ട് അത് ഞാൻ ചെയ്തു, റെക്കോർഡിങ്ങും കഴിഞ്ഞതാണത്. അത് പാട്ടിപ്പോൾ എവിടെയുണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആ പടം ഇറങ്ങിയില്ല, അതിൻ്റെ ഒരു നിർഭാഗ്യം എന്ന് പറയാം. ഒരു ബ്രേക്കായിരുന്നു. ഒരു വിക്രമാദിത്യൻ്റെ ബാലയൊക്കെ ഫുള്ളുണ്ടായിരുന്നു അതിനകത്ത്. അപ്പം ഞാൻ വിൻസെന്റ് മാസ്റ്റർ കാണാൻ പോയപ്പോൾ തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പം ഞാൻ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. മാഷ്ക്ക് ഓർമ്മയുണ്ട്. ഞാൻ അടുത്ത് ചെന്നിരുന്നു, കെട്ടിപ്പിടിച്ച് ഞാനും കരഞ്ഞു, മാഷും കരഞ്ഞു. അപ്പം ഞാൻ പറയും, മാഷക്ക് എന്നെ ഓർമ്മിക്കുന്നുണ്ടോ മാഷെന്ന് ചോദിച്ചപ്പോൾ ഈ പാട്ടിലൊരു ടൈറ്റിൽ സോങ് ഉണ്ടായിരുന്നു ഈ ഫിലിമിൽ, ഈ ഇറങ്ങാത്ത ഫിലിമിൽ. തിരഞ്ഞുറിയും കായലിൻ്റെ മാറില്, തീരം തേടി തുഴയും എൻ്റെ ഉള്ളില്, ദൂരക്കുടിയിൽ കാത്തിരിക്കും പെണ്ണാളെ, നിന്റെ കരിമീൻ മെഴി പിടയ്ക്കനുണ്ട് പെണ്ണേ എന്നുള്ളൊരു പാട്ട് ഉണ്ടായിരുന്നു. ആ പാട്ട് അത് മാഷ് ഭയങ്കര, ഇപ്പം മാനം നിറയെ കർക്കിടക കോളാണ്, എൻ്റെ മനം നിറയെ ഓമലാളെ നീയാണ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മാനം നിറയെ കർക്കിടക കോളെന്ന് മാഷക്ക് ഭയങ്കര ക്രേസാണ് ഈ ക്യാമറ എടുക്കുന്നത്, വിൻസെന്റ് മാസ്റ്ററൊക്കെ. അപ്പം അതിനോട് താങ്ക്സ് ഒക്കെ പറയുന്നു, ആ ഒരു വരി കൊള്ളാട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു മാഷിനെ ഓർക്കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാഷി 4 വരി പാടി. അത് ഞാൻ ഒരു ആർട്ടിക്കിൾ ഞാൻ TP ശാസ്ത്രമംഗലം പറഞ്ഞിട്ട് ഞാൻ ആ ആർട്ടിക്കിൾ കൊടുത്തിരുന്നു. അത് വന്നിരുന്നു, പ്രസിദ്ധീകരിച്ച് വന്നിരുന്നു. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കണത്. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ, അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളാണ് എനിക്ക് കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം.